വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം ശക്തമാകുന്നു. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഴുവൻ പേരും പങ്കെടുക്കുന്ന മഹാസംഗമം സംഘടിപ്പിക്കും. വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് ആശാ വർക്കർമാരുടെ സംഘടന നിവേദനം നൽകി. സർക്കാരിനെതിരെ വിമർശനവുമായി ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് സമരപന്തലിൽ എത്തി. വനിതാ സൗഹൃദ സംസ്ഥാനത്ത് ഒരുപറ്റം സ്ത്രീകൾ ചെയ്ത ജോലിക്കുള്ള കൂലിക്കായി സമരത്തിലാണ്. പക്ഷേ ഇങ്ങനെ ഒരു സമരമേ നടക്കുന്നില്ലെന്ന മട്ടാണ് ഇവിടുത്തെ സർക്കാരിന്. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സംഘടിപ്പിച്ച സമരം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം സംഘടിപ്പിക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാകും. സമരത്തിനെത്തുന്നവർ തിരിച്ചു പോകില്ലെന്ന് ആശാവർക്കർമാരുടെ മുന്നറിയിപ്പ്. ശക്തമായി തുടരുമെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 10ാം തീയതി ഇവിടെ വന്നത്. 10ാം തീയതി മുതൽ നമ്മൾ സമരം ആരംഭിച്ചത്. എന്തായാലും 20ാം തീയതി കേരളത്തിലെ പരമാവധി ആശമാർ ഇവിടെ വരാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. 20ാം തീയതി വന്നു കഴിഞ്ഞാൽ ആശമാർ തിരിച്ചു പോകില്ല, ഇവിടെ തന്നെ ഇരിക്കും. വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് ആശാവർക്കർമാരുടെ സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ആരോഗ്യവകുപ്പ് പ്രശ്നം പരിഗണിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സർക്കാരിനെതിരെ വിമർശനവുമായി ഗീവർഗീസ് മാർ കുറിലോസ് രംഗത്തെത്തി. മനുഷ്യരാകണമെന്ന് പാടിയാൽ മാത്രം പോരെന്ന് ഗീവർഗീസ് മാർ കുറിലോസ്. ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ, പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം. മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവേദ്യമാകണം. അതേസമയം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന നിലപാടിലാണ് ആരോഗ്യമന്ത്രി. പ്രതിഷേധം കടുക്കുമ്പോഴും ആരോഗ്യമന്ത്രി മൗനം തുടരുകയാണ്. സമരക്കാർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. സമരത്തിന് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ പ്രത്യക്ഷ പിന്തുണ നൽകിയേക്കും. ഒരാശയമില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക്. പാവപ്പെട്ടവരാണ്, തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുന്നവരാണ്. ഇവരെ കൂടി പരിഗണിക്കാൻ ഈ സർക്കാർ ഒന്ന് തയ്യാറാവണം. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അവരുടെ സമരം 9ാം ദിവസമാണ്. അക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടും നമ്മൾ പ്രതീക്ഷിക്കുന്നു.